വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സദ്യക്ക് ഒരു നൂറൂട്ടം എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ദാസേട്ടനും ഭാഗ്യ ചേച്ചിയാണ്. അപ്പൊ ഭാഗ്യ ചേച്ചി, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇന്ന് നമ്മളെ പരിപ്പ് വട. സദ്യയിലൊക്കെ എല്ലാ ഭാഗങ്ങളിലും യൂസ് ചെയ്യാറില്ല, ചില ഭാഗങ്ങളിലൊക്കെ സദ്യയിൽ പരിപ്പ് വട ഉണ്ടാവും അല്ലേ? അപ്പൊ പരിപ്പ് വട അവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? 4 മണിക്കൊക്കെ ചായക്ക് വെക്കുന്ന പരിപ്പ് വട പോലല്ല, അത് കുറച്ച് വലുതായിരിക്കും. ഇതാകുമ്പോ നമ്മളെ കുറച്ച് ചെറുതായിട്ട് ഇലയിൽ വെക്കുന്ന സദ്യക്ക് വെക്കുന്ന പരിപ്പ് വട. ഓക്കെ ഓക്കെ. അപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് സദ്യക്ക് വട വെക്കാറില്ല, ചില ഭാഗങ്ങളിലൊക്കെ വെക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അത് എങ്ങനെ എരിവ് കൂടുവോ? സദ്യക്കാവുമ്പോ കുറച്ച് എരിവ് കൂട്ടിയിട്ട് നമ്മൾ വെക്കും. ചോറിന് കഴിക്കുന്നതല്ലേ, അപ്പൊ ഇത്തിരി എരിവ് കൂട്ടിയിട്ട് നമ്മൾ വെക്കും. 4 മണി പലഹാരത്തിനാവുമ്പോ എരിവ് കുറച്ചിട്ടാണ് വെക്കുക. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? പരിപ്പ് വടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, പരിപ്പ് മെയിനായിട്ട് വേണ്ടത് പരിപ്പാണ്. അത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് അത് 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറുവേപ്പില, ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ജീരകം, വലിയ ജീരകം, ഉപ്പ്, എണ്ണ, പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പരിപ്പ് വടയ്ക്ക് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ, വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് കുതിർത്ത് വെച്ച പരിപ്പ് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ 1 കിലോ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എത്ര വട കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിതൊന്ന് വെള്ളം ചേർക്കാൻ നന്നായി അരയ്ക്കാൻ പാടില്ല, ഒന്ന് ആദ്യം 2 പ്രാവശ്യമാണ് ഞാൻ പരിപ്പ് അരച്ചെടുക്കുന്നത് കേട്ടോ. നന്നായി വെള്ളം വാർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഞാൻ അരയ്ക്കുന്നത്. ഞാൻ അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ 1/2 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് കട്ട് ചെയ്യാൻ പോകും. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, 6 പച്ചമുളക് എടുത്തോളൂ കേട്ടോ. ഇഞ്ചി 2 കഷ്ണം, ഇഞ്ചി 6 പച്ചമുളക്. നമ്മൾ എരിവ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ 6 പച്ചമുളക് എടുത്തു. 1/2 കപ്പ് ചെറിയ ഉള്ളി, ചെറിയ 2 പീസ് ഇഞ്ചി, 6 പച്ചമുളക്. ഞാൻ അപ്പോഴേക്കും ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. വെള്ളമില്ലാതെ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ ഈ ഒരു അരവേ പാടുള്ളൂ, നന്നായി അരയാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ വടയുടെ പരിപ്പ് തരിതരായിട്ട് വേണം കേട്ടോ. വേണ്ടില്ലേ, കടിക്കണ മാതിരി ആയിരിക്കണം. പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കണ മാതിരി ആയിരിക്കണം. സെമി രൂപത്തില് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്താനുള്ള മിക്സ്. ആദ്യം നമുക്ക് പച്ചമുളക് നന്നായി പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി, അത് നമുക്ക് ചേർക്കാം. ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് മല്ലിയില, ചേർക്കാം. കറുവേപ്പില ചേർക്കുന്നു. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് നിങ്ങൾ പാകത്തിനനുസരിച്ചിട്ട് ഇട്ടോളൂ. നമുക്ക് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ചേർത്താലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യും. സാധാരണ പരിപ്പൊടിയിലേക്ക് ആൾക്കാർ ചോറൊക്കെ ചേർക്കാറില്ലേ? ചോറ് ചേർക്കാറുണ്ട്. നമ്മളൊന്നും അങ്ങനെ ചേർത്തില്ല, ചിലവര് ചേർക്കാറുണ്ട്. പരിപ്പൊടിയിൽ ചോറ് ചേർക്കാറുണ്ട്, വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി ചേർക്കും.
ചിലവര് വെളുത്തുള്ളി ചേർക്കും, വേണമെങ്കിൽ ചേർക്കാം, നമ്മളിവിടെ ചേർക്കുന്നില്ല. കാരണം ആ ഒരു ടേസ്റ്റ് മണം മാറും. മാത്രല്ല ആ ഒരു പശപ്പശപ്പ് കിട്ടാൻ വേണ്ടിട്ട് ചോറ് ചേർക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ ചോറൊക്കെ ചേർക്കാറുണ്ട്. നമ്മളിവിടെ ചോറും വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല, സാധാ ചിലയിടങ്ങളിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടാക്കാറുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്. അതെ, ഇപ്പൊ തന്നെ ഏകദേശം പരിപ്പാട് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നന്നായി കൈ കൊണ്ട് നന്നായി കുഴച്ച് വെക്കണം കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ ആവുമ്പോ നമുക്ക് അതിന്റെ ചേരുവ കറക്റ്റ് ആയിട്ട് വെക്കുക. ശരിക്കും മിക്സ് ആവില്ല. കൈ കൊണ്ട് നന്നായി കുഴച്ച് വെക്കുക. നമ്മളിവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വെക്കണം അല്ലേ? 10 മിനിറ്റ് ഇങ്ങനെ വെക്കും. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയില്ലേ? എല്ലാം ഉപ്പ്, മുളക്, എരിവ് പറഞ്ഞ പോലെ എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. ഇപ്പൊ നമ്മളിപ്പോ 5-6 പച്ചമുളക് എടുത്തോണ്ട് കുറച്ച് നല്ല എരിവുണ്ടാവും. നല്ല എരിവോട് കൂടി തന്നെ നമ്മൾ ഉണ്ടാക്കും. ചോറിലൊക്കെ ആവുമ്പോ നല്ല എരിവാണല്ലോ. എരിവാണ്, അതെ. അപ്പൊ 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് ഒന്ന് ഓണാക്കാം. ചട്ടി ചൂടാവട്ടെ. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ചൂടാവട്ടെ, എണ്ണ നന്നായി ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കുക, അങ്ങനെ ഉരുട്ടുക, ചെറിയ ചെറിയ ഉരുളയായിട്ട് ഇങ്ങനെ എടുക്കുക. ചെറിയ വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണയിലിട്ട് കൊടുക്കുക. നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് കൈ കഴുകി, അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ചെറുതാവുമ്പോൾ നമുക്ക് നിറയെ ഇടാൻ പറ്റും. ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വട ചുട്ടെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ അറിയോ, കരിഞ്ഞു പോവും, ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടോ നന്നായിട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വട കോരിയെടുക്കാം. നോക്കുക, നന്നായി ആയിട്ടുണ്ട് വട. കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയിട്ടു. ഇനി അതങ്ങനെ എണ്ണ വാർന്നോളും. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് എണ്ണയിലിട്ടെടുക്കാം. വട നമ്മുടെ റെഡി കഴിഞ്ഞു. വട ചുട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ഇവിടെ മണം കേട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല, ടേസ്റ്റ് നോക്കാൻ വിളിച്ചിട്ടില്ല. അപ്പോഴേക്കും ടേസ്റ്റ് നോക്കാൻ ആൾക്കാർ. ആ പെരുംജീരകത്തിന്റെ ഉള്ളി, മുളക്, ഇതിന്റെ മണം സംഭവം പ്രതീക്ഷനേക്കാളും അടിപൊളി. പിന്നെന്താ, എണ്ണക്കൊന്നും അത്ര ചെലവൊന്നുമില്ലല്ലോ. വെള്ളം ചേർത്തിട്ടില്ലല്ലോ വെള്ളം ചേർത്തില്ല, എണ്ണ കുടിക്കില്ല. കണ്ടോ? അപ്പൊ നമ്മുടെ വട ഇവിടെ റെഡി. അതുകൊണ്ടല്ലേ ബോഡി എത്തിയത്.
അറേഞ്ച് ചെയ്യാനല്ലോ. എത്ര ധൃതി കാണിക്കണമെന്നറിയോ? കഴിക്കാൻ വേണ്ടിട്ട് അത് പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ വട കാണുമ്പോ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നത് അറിയോ? അപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ പോകുമ്പോ വട വലിയ വടയായിരിക്കും കഴിക്കാം. അപ്പൊ ഇപ്പൊ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ വട ആയിരിക്കില്ല കഴിക്കാം. ഞാനൊരു 2-3 സദ്യക്ക് പോയി ഇരുന്നപ്പോ സദ്യയുടെ കല്യാണമായിരുന്നു. ഇത്രയും വടയില്ല, ഇതിനേക്കാളും ചെറിയ വട. പക്ഷെ ആ വട കാണുമ്പോഴേ നമുക്ക് ദേഷ്യം വരികയും ചെയ്യാം. കാരണം എന്താ പറയുക, വട നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമല്ലേ. അപ്പൊ എന്താ ഈ വട കൊണ്ട് നമ്മൾ എങ്ങനെ ഊണ് കഴിക്കാന്ന് സദ്യക്കൊക്കെ ഇതേ പറ്റുള്ളൂ, വലിയ വട വെക്കാൻ പറ്റില്ലല്ലോ. 1000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നതല്ലേ, അപ്പൊ പിന്നെ ഇത്ര വെക്കാൻ പറ്റുമോ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സദ്യക്ക് ചെറിയ വട വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന്. കാരണം 1000കണക്കിന് ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും വലിയ വലിയ വട വെച്ചാൽ പിന്നെ വേറെ കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല, നമ്മള് വലിയ വട വെക്കുന്നോടത്ത് അതിൽ കാര്യം വരുന്നില്ല, വേറെ ഒരുപാട് വിഭവങ്ങൾ വരുമ്പോലെ. അപ്പൊ ഞാൻ ബാഗ് ചേച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞത് വലിയ വട ഉണ്ടാക്കാന്നാ പറഞ്ഞു. പക്ഷെ ബാഗ് ചേച്ചി അപ്പൊ വലിയ വട സമ്മതിച്ചില്ല. കാരണം സദ്യയുടെ വട പറഞ്ഞ ചെറിയ വട തന്നെയാണ്. അപ്പൊ ഇത് ചൂടാറിയിട്ടില്ല, നല്ല റസ്ക് വീണ മാതിരിയുള്ള ഒരു സൗണ്ട്. നല്ല മരുമരുന്ന് നന്നായി വന്നിട്ടുണ്ട് വട. ഇനിയിപ്പോ ഇത് ചൂടാറൊന്നും വേണ്ട, ചൂടാറേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് പൊട്ടിച്ചോക്കട്ടെ. നല്ല ആവി പറക്കുന്ന ചുടുവട. ചൂടുവട ഒന്ന് രുചിച്ചു നോക്കാം. ഇതൊരു ഒരു ഏഴെണ്ണം കഴിക്കണം തോന്നുന്നു അല്ലേ? ഒരു വട ആവണമെങ്കിൽ ഒരു ഏഴെണ്ണെങ്കിലും കഴിക്കേണ്ടി വരും. കഴിച്ചു നോക്കാം. നന്നായിട്ടല്ലോ, നന്നായിട്ടില്ല, നന്നായിട്ടല്ലോ, കഴിച്ചു നോക്കൂ. ഞാനും കഴിച്ചു നോക്കാം. ഞാൻ ആദ്യത്തെ കഴിച്ച് നന്നായില്ല, രണ്ടാമത് നോക്കിട്ട് രണ്ടാമത്തെ കൂടി കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാൻ നല്ലതാണോ അല്ലേന്ന്. അതെ, ഓരോന്ന് ടേസ്റ്റ് നോക്കി കഴിയുമ്പോഴേക്കും ടേസ്റ്റ് കാര്യമാവൂലോ. രണ്ടാമത്തെ നന്നായിട്ടില്ല, മൂന്നാമത്തെ നോക്കാം. വട കാര്യാവോ? നന്നാവട്ടെ വട കാര്യാവോ? രണ്ടാമത്തെ നന്നായിട്ടില്ല. ഇതൊരു ക്യാച്ചിട്ട് കൊടുക്കുന്നതാണ് ക്യാമറമാന്. കാരണം ക്യാമറമാൻ അവിടെ നിന്ന് ഒരുപാട് പോസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ എങ്ങനെ അറിയാം, ഇതാ ക്യാച്ച്. അപ്പൊ എന്റേത് രണ്ടാമത്തെ വട, ഇത് മൂന്നാമത്തെ വട. അപ്പൊ വട അടിപൊളി, ഒന്നും പറയാനില്ല. കാരണം ഇതിന്റെ വേവും ക്രിസ്പിനെസ്സും എല്ലാം അടിപൊളിയാണ്. ഉള്ളൊക്കെ നല്ല വെന്ത് മുരുമുരേനായിട്ടുണ്ട്. ചെറിയ വടയായാലും ശരിക്കും വട ചെറുതുണ്ടാക്കാൻ നല്ലത് തോന്നുന്നു അല്ലേ? ചെറുതാകുമ്പോ മൊത്തത്തിൽ നല്ല ക്രിസ്പി ആയിരിക്കും. വലുതാകുമ്പോ പിന്നെ കുറെ ഉള്ളില് വെന്തില്ല എന്നൊക്കെ കിടക്കും അല്ലേ? സാധാരണ വട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, നമ്മൾ ഉൾപ്പെടുത്തി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവലിംഗിന്റെ ബൈ.